നമ്മൾ കമ്പ്യൂട്ടേഴ്സ്ഡ് അക്കൗണ്ടിങ് വിത്ത് ടാലി എന്ന സബ്ജക്റ്റാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ്. അതിലെ അടുത്ത ടോപ്പിക്കിലേക്ക് നമ്മൾ പോവുകയാണ്. ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ മാനുവൽ ആൻഡ് കമ്പ്യൂട്ടേഴ്സ്ഡ് അക്കൗണ്ടിങ്. മാനുവൽ അക്കൗണ്ടിങ്ങും അതേപോലെ തന്നെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ മാനുവൽ അക്കൗണ്ടിങ് എന്താണെന്ന് പറഞ്ഞു, കമ്പ്യൂട്ടേഴ്സ് അക്കൗണ്ടിങ് എന്താണെന്ന് പറഞ്ഞു. അതിൻ്റെ രണ്ടിൻ്റെയും അഡ്വാൻറ്റേജസും അതേപോലെ തന്നെ ഡിസ്അഡ്വാൻറ്റേജസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രീവിയസ് ക്ലാസ് നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ അതിൻ്റെ തുടർച്ച എന്നോണം അടുത്ത പാർട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. ഡിഫറൻസ് ആണ് പറയുന്നത്. അതിലൊന്നാമത്തെ മാനുവൽ അക്കൗണ്ടിങ് ഡിഫറൻസ് പറയുന്നത് അക്കൗണ്ടിങ് പോസിബിൾ ത്രൂ ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി. അതായത് മാനുവൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ സ്റ്റാർട്ടിങ് റെക്കോർഡ് ചെയ്യുന്നത് ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന ഡാറ്റാസ് എടുത്തുകൊണ്ടാണ്. നേരെ വെച്ച് കമ്പ്യൂട്ടേഴ്സ് അക്കൗണ്ടിങ്ങിൽ ഫ്രം കസ്റ്റമൈസ്ഡ് ഡാറ്റാബേസ്, അതായത് ഡാറ്റാബേസിൽ നിന്നാണ് നമ്മൾ ഡാറ്റാസ് ഇതിലെടുക്കുന്നത്. ഓക്കെ, ഡാറ്റാബേസ് എന്താണെന്നൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. രണ്ടാമത്തെ പോയിൻറ്റ്, മാനുവൽ അക്കൗണ്ടിങ്ങിൽ ഓൾ ദ കാൽക്കുലേഷൻസ് മാനുവലി ഡൺ. നമ്മളെന്ത് ചെയ്യും, കാൽക്കുലേഷൻസൊക്കെ മാനുവലായിട്ടാണ് മാനുവൽ അക്കൗണ്ടിങ്ങിൽ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്തുകൊണ്ടാണ് കമ്പ്യൂട്ടേഴ്സ് അക്കൗണ്ടിങ്ങിൽ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വർക്കിൻ്റെ സ്പീഡ് പറയുകയാണെങ്കിൽ സ്ലോ വർക്കാണ് മാനുവൽ അക്കൗണ്ടിങ്. നേരെ മറിച്ച് സ്പീഡ് കൂടുതലാണ് കമ്പ്യൂട്ടേഴ്സ് അക്കൗണ്ടിങ്. കാരണം മെഷീൻസൊക്കെ യൂസ് ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ യൂസ് ചെയ്തുകൊണ്ടാണ് കമ്പ്യൂട്ടേഴ്സ് അക്കൗണ്ടിങ്ങിൽ വർക്കും കാര്യങ്ങളൊക്കെ കൂടുതൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മാനുവൽ അപേക്ഷിച്ചുകൊണ്ട് സ്പീഡ് കൂടുതലായിരിക്കും. നെക്സ്റ്റ് അഞ്ചാമത്തെ പോയിൻറ്റ്, ട്രയൽ ബാലൻസ് പ്രിപ്പയർ ഇഫ് നെസസറി. അതായത് ട്രയൽ ബാലൻസ് നമുക്ക് പ്രിപ്പയർ ചെയ്യാം, വളരെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അത് ലാസ്റ്റ് ടൈമാണ് നമ്മൾ മാനുവൽ അക്കൗണ്ടിങ് ചെയ്യുന്നത്. പക്ഷേ ഡെയിലി നമ്മൾ എന്ത് ചെയ്യും, ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യും. പിന്നെ നാലാമത്തെ പോയിൻറ്റ്, ബാക്കപ്പ് നോട്ട് പോസിബിൾ. അതായത് ഡാറ്റ തിരിച്ച് എടുക്കുക എന്നുള്ള ഒരു പരിപാടി, ഡിലീറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അത് റിട്ടേൺ എടുക്കുക എന്നുള്ളത് മാനുവൽ അക്കൗണ്ടിങ്ങിൽ പറ്റില്ല. പക്ഷേ നമുക്ക് കമ്പ്യൂട്ടർ അക്കൗണ്ടിങ്ങിൽ അത് സാധ്യമാണ്. ഇനി ആറാമത്തെ പോയിൻറ്റ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ അക്കൗണ്ടിങ് പീരീഡ്. അതായത് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ത് ചെയ്യും, എപ്പോഴും അക്കൗണ്ടിങ് പീരീഡിൻ്റെ അവസാനത്തിലാണ് പ്രിപ്പയർ ചെയ്യുക. നേരെ മറിച്ച് അവൈലബിൾ ഓൾവേസ് ബൈ എ മൗസ് ക്ലിക്ക്. ജസ്റ്റ് ഒരു നമുക്ക് ക്ലിക്ക് ചെയ്താൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് കമ്പ്യൂട്ടേഴ്സ് അക്കൗണ്ടിങ്ങിൽ കിട്ടും. അപ്പോൾ ഈ രീതിയിൽ 6 പോയിൻ്റാണ് മാനുവൽ അക്കൗണ്ടിങ്ങും അതേപോലെ തന്നെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി അടുത്ത ടേമിലേക്ക് നമുക്ക് പോവാം. അക്കൗണ്ടിങ് പാക്കേജസ്. വേരിയസ് അക്കൗണ്ടിങ് പാക്കേജസിനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മളീ പറഞ്ഞ രീതിയിൽ നമുക്ക് അക്കൗണ്ടിങ് പല രീതിയിലുള്ള പാക്കേജ് നമുക്ക് കിട്ടും. ഓക്കെ, ഇതിലൊന്നാമത്തെ പാക്കേജിനെ പറ്റി പറയാം. റെഡി ടു യൂസ്, suited for small organizations, cost is very low and number of users is limited. അതായത് വളരെ ചെറിയ സ്ഥാപനങ്ങൾക്ക്, വളരെ യൂസേഴ്സ് കുറഞ്ഞ സ്ഥാപനങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള കോസ്റ്റ് വളരെ കുറഞ്ഞിട്ടുള്ള ഒരു പാക്കേജാണ് റെഡി ടു യൂസ്. അതായത് നമുക്ക് പറഞ്ഞ പോലെ തന്നെ നമുക്കത് പെട്ടെന്ന് നമുക്ക് ഉപയോഗിക്കാം, നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ജസ്റ്റ് ഉപയോഗിച്ചാൽ മതി. ഉപയോഗിക്കാൻ റെഡി ആയിട്ടുള്ള ആ പാക്കേജ്, അതാണ് റെഡി ടു യൂസ്. ഇനി രണ്ടാമത്തത് കസ്റ്റമൈസ്ഡ്, for large and medium business and organizations with high cost required for installation and training. അതായത് ലാർജ് മീഡിയം സ്കെയിൽ ഓർഗനൈസേഷന് ആവശ്യമായിട്ടുള്ളതാണിത്. പക്ഷേ ഇതിന് ഇൻസ്റ്റാളേഷനും അല്ലെങ്കിൽ അതിൻ്റെ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട കോസ്റ്റ് കുറച്ച് കൂടുതലായിരിക്കും. നെക്സ്റ്റ് നാലാമത്തത് ടൈലേർഡ്, യൂസ്ഡ് ഫോർ മൾട്ടി യൂസേഴ്സ് ഓഫ് സ്കാറ്റേർഡ് ഇൻ ജിയോഗ്രഫിക്കൽ. അതായത് കുറച്ചും കൂടി വലുത്, ജിയോഗ്രഫിക്കലി സ്കാറ്റേർഡ് പല സ്ഥലങ്ങളിലായിട്ട് നിൽക്കുന്ന യൂസേഴ്സിന് ആവശ്യമായ ഒരു ടൈപ്പ് അക്കൗണ്ടിങ് പാക്കേജാണ് ടൈലേർഡ്. കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടുള്ള, അതായത് കോസ്റ്റും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ ഓട്ടോമാറ്റിക്കലി ഇതിൽ വർദ്ധിക്കും. അപ്പോൾ മെയിനായിട്ട് 3 രീതിയിലാണ് അക്കൗണ്ടിങ് പാക്കേജസ് ഉള്ളത്. ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് റെഡി ടു യൂസ്, അതായത് ചെറുകിട സ്ഥാപനങ്ങൾക്ക് അവർക്ക് ജസ്റ്റ് അത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. അതിൻ്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കും. അതേപോലെ തന്നെ യൂസേഴ്സിൻ്റെ എണ്ണവും ഇവിടെ ലിമിറ്റഡ് ആയിരിക്കും. രണ്ടാമത് കസ്റ്റമൈസ്ഡ് ആണ്, ലാർജ് ആൻഡ് മീഡിയം ബിസിനസ് ഓർഗനൈസേഷൻസ് വിത്ത് ഹൈ കോസ്റ്റ് ആൻഡ് റിക്വയർഡ് ഫോർ ഇൻസ്റ്റാളേഷൻ ആൻഡ് ട്രെയിനിങ്ങിനും ഇൻസ്റ്റാളേഷനും നല്ല കോസ്റ്റുള്ള അല്ലെങ്കിൽ വൻകിട സ്ഥാപനങ്ങൾക്ക് ഉള്ള ഇതാണ് കസ്റ്റമൈസ്ഡ്. ലാസ്റ്റ് ടൈലേർഡ് ആണ്, അതായത് ജിയോഗ്രഫിക്കലി സ്കാറ്റേർഡ് ആയിട്ടുള്ള വ്യത്യസ്ത സ്ഥലങ്ങളിലുള്ള യൂസേഴ്സിന് ഒരുമിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ചും കൂടി കോസ്റ്റുള്ള
ഒരു ടൈപ്പ് അക്കൗണ്ടിങ് പാക്കേജാണ് ടൈലേർഡ്. അപ്പോൾ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത് ഡിഫറൻസ് ബിറ്റ്വീൻ മാനുവൽ ആൻഡ് കമ്പ്യൂട്ടർ അക്കൗണ്ടിങ്ങും അതേപോലെ തന്നെ അക്കൗണ്ടിങ് പാക്കേജസുമാണ്. ഓക്കെ.